എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് തിരുഹൃദയത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന അപ്പനെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുൻപ് നേരത്തെ വെളുപ്പിനെ എഴുന്നേറ്റ് ഈ തിരുഹൃദയ നടയിൽ ഒരു തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്ന കാരണവന്മാരെ കണ്ടിട്ടുണ്ടല്ലോ അവരുടെ പ്രാർത്ഥനകളുടെ ബലമാണ് നമ്മുടെ കുടുംബങ്ങളുടെ ബലം. കാര്യം ഇതാണ്, ഒരു പ്രാർത്ഥനാ മുറിയുടെ ആവശ്യമുണ്ട്. കൊച്ചുദൃശ്യ പുണ്യവതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പനെ ഓർക്കുമ്പോൾ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രകാശം നിറഞ്ഞൊരു മനുഷ്യനെയാണ് എനിക്ക് ഓർമ്മ വരണേന്ന്. കരങ്ങൾ കൂപ്പി കരങ്ങൾ വിരിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രകാശമുള്ളൊരു മനുഷ്യൻ. നമ്മുടെ കുടുംബങ്ങളുടെ അകത്തളങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നൊരു കുടുംബം എന്നാണ് പുറത്തുള്ളവരെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട, ഒന്ന് സൗഖ്യമാക്കപ്പെടേണ്ട, മുറിവുണക്കപ്പെടേണ്ട എത്രയോ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അവിടെയാണ് ഇങ്ങനെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിന് പ്രതിഫലം നൽകാൻ പറ്റുന്ന വിധത്തിൽ മുട്ടിന്മേൽ നിന്നൊരു പ്രാർത്ഥനയുടെ ഇടം ആവശ്യമുള്ളത്. ശരി.